വാർത്തകളിലേക്ക്. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 24 വിരുദുനഗർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആളാണ് മരിച്ചത്. മരിച്ച 24 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. വിരുദുനഗറിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, 24 പേരുടെ മരണമാണ് ഇതിനോടകം രേഖപ്പെടുത്തുന്നത്. ഒരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ ഒന്നിനു പിറകെ ഒന്നായി ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിലൊക്കെ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് എപ്പോഴായിരിക്കും മൃതദേഹങ്ങൾ വിട്ടു നൽകുക? പ്രജിന് ഏറെ സങ്കടപ്പെടുന്ന കാര്യം തന്നെയാണ്. 24 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇന്നലെ വൈകിട്ട് 23 ഇന്ന് പുലർച്ചയോടുകൂടിയാണ് 24 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും 20 പേരുടെ പോസ്റ്റ്മോർട്ടം പരിശോധന നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അതിൽ 20 പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് 20 പേരുടെ പോസ്റ്റ്മോർട്ടം പരിശോധന നടപടികൾ പൂർത്തിയാക്കിയത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും കാത്തിരിക്കുകയാണ്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇന്നലെ ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും വീണ്ടും സ്ഫോടനം ഉണ്ടായതൊരു വെല്ലുവിളിയായി തന്നെ മാറുകയും ചെയ്തിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 10 പേർക്ക് വീണ്ടും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടായതാണ്. അത്തരം സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഈ പരിശോധന നടത്തുന്ന ഒരല്പം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും പരിശോധന, ആരെങ്കിലും അവിടെ കിടക്കുന്നുണ്ടോ, ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഇന്ന് പുലർച്ചയോടെ വീണ്ടും പരിശോധന തുടങ്ങും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ 24 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല 5 പേർ ഈ വിരുദനഗർ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുന്നുണ്ട്. അവരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. അതിലൊരു മലയാളി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ലഭ്യം. അദ്ദേഹം മുൻപ് നേരത്തെ മുതൽ തന്നെ ഇവിടെ വിരുദനഗറിൽ വന്ന് താമസമാക്കി ഈ പടക്ക നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു മലയാളി കൂടി ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് വിരുദനഗറിലെ ഈ വനജ ഫയർ വർക്സിന് വലിയ പൊട്ടിത്തെറിയിലൂടെ അപകടമുണ്ടാകുന്നത്. 30ഓളം പേർ ജോലി ചെയ്തിരുന്ന ഒരു ഫയർ വർക്സ് സ്ഥാപനമാണ്, ലൈസൻസോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളതാണ് തമിഴ്നാട് സർക്കാരിന്റെ റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നതല്ല. പക്ഷേ ഈ പടക്കങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടെങ്കിലും എന്തെങ്കിലും അശാസ്ത്രീയത അവിടെ നടന്നിട്ടുണ്ടോ, ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ അതിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഫോറൻസിക്കിന്റെ ഭാഗത്തുനിന്നും പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവ് ഇപ്പോഴുമുണ്ട്. എങ്ങനെയാണ് ഇതിനു മുൻപ് ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും തരത്തിൽ അപകടങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. ഇതിന് സമീപത്ത് ഈ വിരുദനഗർ ജില്ലയിൽ തന്നെ നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ അപകടം ഉണ്ടാവുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തിന് അങ്ങനെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല എത്ര പേരാണ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, പടക്ക നിർമ്മാണശാലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എത്ര പേരാണെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത കുറവുണ്ട്. 30ഓളം പേർ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന വിവരം. അതിൽ സ്ഥിരീകരിക്കപ്പെടേണ്ട എണ്ണമുണ്ട്. കാരണം അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആളെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കാം എത്ര പേർ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു, ഈ സംഭവം നടക്കുന്ന സമയം അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അതിനുള്ള നടപടികൾ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ്. വിരുദനഗർ എസ്.പിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം 4 ടീമുകളായി തിരിഞ്ഞ് പ്രത്യേക സംഘം തന്നെയാണ് ഈ വിരുദനഗർ സ്ഫോടനം, പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനം അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ് ഈ വിരുദനഗർ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ്. 24 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അതിൽ 20 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. 4 പേരെ ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. അത് ആ രീതിയിൽ അവർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുകയും ചെയ്യേണ്ടത്. എന്തായാലും നിലവിൽ ഈ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആളുകൾ ഈ മരിച്ചവരുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.
രാഹുൽ, ഈ വിരുദനഗറൊക്കെ ആ മേഖലയൊക്കെ ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ വർഷങ്ങളായി അത്തരത്തിൽ വ്യവസായങ്ങളൊക്കെ ചെറുതും വലുതുമായ ഒരുപാട് വ്യവസായശാലകളും പടക്ക നിർമ്മാണശാലകളും ഒക്കെ ആ മേഖലയിലുണ്ട്. അവിടെയൊക്കെ അപകടങ്ങൾ തുടർക്കഥയാകുന്നുണ്ട്. ഇതിൽ ഈ തമിഴ്നാട് സർക്കാർ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് ഇടപെടുന്നത്? ഇപ്പോൾ കഴിഞ്ഞ വർഷവും നമ്മൾ കണ്ടതാണ്, നിരവധി തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും അവിടെ ജീവൻ പൊലിയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോഴും അത് ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? പ്രജന, ഈ പടക്ക നിർമ്മാണത്തിന് ഏറ്റവും പേര് കേട്ടിട്ടുള്ള ശിവകാശി ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. ഈ വിരുദനഗറിനോട് ചേർന്ന് തന്നെയുള്ള പ്രദേശമാണ് ശിവകാശി. സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആവർത്തിക്കുമ്പോഴും ഇതിനെല്ലാം പരിഹാരം കാണുമെന്നുള്ള വാഗ്ദാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഈ ഇരിക്കുന്ന ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വന്നപ്പോഴും നമ്മളോട് അത്തരത്തിൽ രോക്ഷാകുലമായി തന്നെയാണ് അവർ സംസാരിച്ചത്. കാരണം ഇതിനു മുമ്പും ഇത്തരത്തിൽ ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സുരക്ഷ ഒരുക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിരുന്നു. ഏതെങ്കിലും അശാസ്ത്രീയമായ രീതിയിൽ ഈ പടക്ക നിർമ്മാണം ഒന്നും പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ നാട്ടുകാർ തന്നെ, അല്ലെങ്കിൽ ഈ ജോലിയിൽ ഏർപ്പെടുന്നവർ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിനൊക്കെ ഒരു കൃത്യമായ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ വിരുദനഗറിൽ തന്നെ അപകടമുണ്ടായി ആളുകൾ മരിച്ച സമയത്ത് ഇവിടുത്തെ ആളുകൾ, ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള പ്രതിഷേധം നടത്തി. മാത്രമല്ല, ഈ ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള രീതിയിൽ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ള കൃത്യമായ മാനദണ്ഡം സർക്കാരിൽ നിന്ന് പുറപ്പെടുവിച്ചതാണ്. പക്ഷെ അതൊന്നും പാലിച്ച് മുന്നോട്ട് പോകാൻ പല പടക്ക നിർമ്മാണശാലകളും തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പേരിനൊരു ലൈസൻസ് മാത്രമാണോ ഉള്ളത്? ഏതെങ്കിലും തരത്തിൽ ഇവിടെ അശാസ്ത്രീയമായ രീതിയിലാണോ ഈ പടക്കത്തിന്റെ ഒക്കെ നിർമ്മാണം എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും പേരിന് ലൈസൻസ് ഉണ്ടായിരുന്നു, അതിന്റെ എല്ലാ രേഖകളും കൃത്യമായിരുന്നു. പക്ഷേ അവിടെ ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. അതെങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാകണം. ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷ ഇനിയെങ്കിലും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ഈ പടക്ക നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകണം എന്നുള്ളതാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ശരി, ആ മട്ടിൽ എന്തായാലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ വേണ്ടി ബന്ധുക്കൾ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉള്ളുലയ്ക്കുന്നതാണ്. വിരുദനഗറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.